ഫ്രിഡ്ജിൽ തന്നെയാണ് സൂരജ് ഉള്ളത് കൂടുതൽ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഡ്യൂഷൻ കിട്ടുന്ന ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിന് സൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ലൈറ്റ് കത്തും. സ്വഭാവം ശ്രദ്ധിക്കപ്പം തന്നെ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോളിലോട്ട് എൻ്റെ മൈൻഡിനെ എടുത്തിട്ടാണ്. പക്ഷേ ഞാൻ പിന്നെ സംസാരിക്കുന്നതെല്ലാം അദ്ദേഹം തരുന്ന ഇൻഡ്യൂഷൻസ് മാത്രമാണ്. എന്തായാലും ഒരുപാട് അസുഖങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ അടക്കിയിരുന്ന സമാധിക്കകത്ത് നമ്മൾ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ രൂപം വെച്ച് അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ള സംഭവമാണ്. അതൊരു ആത്മാവിൻ്റെ ഒരു അടങ്ങാത്ത ഒരു ഇതാണ്. ഡോക്ടർ സൂരജ് കൃഷ്ണ ഇദ്ദേഹം ഇപ്പോഴും ഒരുപാട് ആൾക്കാരെ അസുഖങ്ങളൊക്കെ മാറ്റി വിടുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളാണ് പറയാനുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതറിയണമെങ്കിൽ ഈ വീടിനുള്ളിലേക്ക് പോകാം. ഒരാൾ അവിടെ നിന്ന് മകനോട്ട് സംസാരിക്കുകയാണ്. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ മണിക്കൂറുകളായിട്ട് അച്ഛനാണ് നിൽക്കുന്നത്, മുകളിലുള്ളതാണ് മകൻ, മുകളിലുള്ളതാണ് ഡോക്ടർ സൂരജ് കൃഷ്ണ. സുല്ലേട്ടാ, എന്ത് കുറേ നേരിട്ട് ഇവരുടെ ഇവിടെ ഞാനും ഇവനുമായിട്ടൊരു സംസാരമാണ്. അത് നമ്മൾ മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് എനിക്ക് വന്നിട്ട് പല കാര്യങ്ങളും പല ആൾക്കാരും പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ ഇദ്ദേഹത്തിനോട് അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. മോനെ അവർക്ക് എന്ത് ചെയ്താൽ മാറാൻ പറ്റും. അപ്പോൾ അവർ രണ്ടാമത് വിളിക്കുമ്പോൾ ഞാൻ ആ സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മകൻ പ്രവർത്തിക്കുന്നത് സുല്ലേട്ടൻ്റെ ശരീരത്തിലൂടെയാണ്. തീർച്ചയായിട്ടും എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്താണ് അദ്ദേഹം പല കാര്യങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ കണക്ക് അസുഖങ്ങൾ മാറ്റുമെന്ന് പറയുന്ന പോലെ പലരുടെയും മനസ്സിനുള്ള വിഷമങ്ങൾ മാറ്റുക, അവർക്കുള്ള പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിലൂടെ ചെയ്യുന്നു. ഞാനൊരു വെറൊരു മീഡിയേറ്റർ മാത്രം. അദ്ദേഹം ശരീരത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്നത് എന്തൊക്കെയായിരിക്കും? അനുഭവപ്പെടുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ. സാധാരണ രീതിയിൽ ഇപ്പം ഞാനൊരു സുനിൽകുമാർ എന്നൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ ഇദ്ദേഹം വരുമ്പോൾ എൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ മാറും. എൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മുഖഭാവം ശ്രദ്ധിക്കപ്പം തന്നെ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോളിലോട്ട് എൻ്റെ മൈൻഡിനെ എടുത്തിട്ടാണ്. സൂരജിൻ്റെ മുഖഷേപ്പ് ആ ഒരു രൂപത്തിലോട്ട് മാറും? അല്ല, സൂരജിൻ്റെ മുഖഷേപ്പിലോട്ട് മാറുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പിന്നെ സംസാരിക്കുന്നതെല്ലാം അദ്ദേഹം തരുന്ന ഇൻഡ്യൂഷൻസ് മാത്രമായിരിക്കും. സുനിൽകുമാർ എന്നൊരാളല്ലായിരിക്കും സംസാരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ശരീരത്തിലുണ്ടത് മാറ്റം എന്തായിരിക്കും? ശരീരത്തിലൊന്നും അങ്ങനെ അത് പണ്ടായിരുന്നു. ഇദ്ദേഹം പോയി 4 മാസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എൻ്റെ ശരീരത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇദ്ദേഹം വരുമ്പം തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെതും അദ്ദേഹത്തിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ആവത്തുണ്ട്. അതിലൊരു ഫ്രീക്വൻസിയാണ് നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ. അപ്പം അത് ട്യൂണായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊയ്ക്കോളൂ. ഇപ്പോൾ അദ്ദേഹം എപ്പോഴും വേണോ എന്നിലേക്ക് വരാം. ചേച്ചിക്ക് തന്നെയാണോ അനുഭവം? ഇപ്പോൾ കൂടുതലും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂരജ് ഉള്ളത് കൂടുതൽ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഡ്യൂഷൻ കിട്ടുന്ന ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിന് സൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ലൈറ്റ് കത്തും. അങ്ങനെയുള്ള ഇൻഡ്യൂഷൻസാണ്. അതിവിടെ വരുന്ന ആളുടെ വിശ്വാസം അനുസരിച്ചിരിക്കും കേട്ടോ. ഒരാൾ പരിപൂർണ്ണമായി അദ്ദേഹത്തിനെ വിശ്വസിച്ചാണ് ഇവിടെ വരുന്നതെങ്കിൽ അദ്ദേഹം 100% അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കും. അതാണ് ഇവിടുത്തെ ചരിത്രം, ഇവിടെ വന്നിട്ടുള്ളവരുടെ ചരിത്രം. പിന്നെ എന്നെ വിളിക്കുന്നവർ ആത്മാർത്ഥമായിട്ടാണ് അവർ വിളിക്കുന്നതെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. പക്ഷേ ട്രോളാനോ അല്ലെങ്കിൽ ഇത് കള്ളത്തരം കൊണ്ടുപോകണോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലവർ വിളിക്കുമ്പം എനിക്ക് പറ്റത്തില്ല, കണക്റ്റ് ആവും. ഞാൻ പറയും അമ്മയെ വേറൊരു സമയത്ത് അല്ലെങ്കിൽ ചേട്ടാ വേറൊരു സമയത്ത് വിളിക്കാറുണ്ട്. അറിയത്തില്ല, അറിയാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് സൂരജ് വരത്തില്ല, പറ്റത്തില്ല, പറയാൻ കണക്റ്റ് ആവത്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പറഞ്ഞാൽ പോലും അതിൻ്റെ ഫലം അവർക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ആരിൽ നിന്നും 1 രൂപ മേടിക്കാതെ ഒരു സേവനം എന്നുള്ള രീതിയിൽ എൻ്റെ മകൻ ചെയ്യാൻ, ഈ ലോകത്തോട് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ വേറൊരു കണ്ണിൽ കൂടെ കാണുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്കൊരു പ്രശസ്തി കിട്ടാനോ അല്ല ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് അസുഖങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പരലോകത്ത് നിൽക്കുന്ന ആത്മാക്കളുണ്ടല്ലോ, അവർക്ക് നമ്മളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഗുഡ് സോളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ വന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അവരുണ്ടോ അല്ലെങ്കിൽ അവരിപ്പോൾ ഏത് തലത്തിലാണോ നിൽക്കുന്നത് എന്നെല്ലാം എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് കൊച്ചു കുട്ടികൾ സ്റ്റക്കായി നിൽക്കുന്നതൊക്കെ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുമുണ്ട്. സൂരജ് മരിച്ചത് എങ്ങനെയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ? സൂരജിന് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഇതിനൊരു അസുഖമില്ലായിരുന്നു, അദ്ദേഹം വെൽ ഓക്കെ ആയിരുന്നു. അദ്ദേഹം നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് അറിയുന്നത് അദ്ദേഹത്തിന് അനൂറിസം എന്നൊരു അസുഖമായിരുന്നു. അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ഈ വെയിൻ ഉണ്ടല്ലോ, വെയിനിൽ ബൾജായിട്ട് അത് പൊട്ടിയിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന്, അതായത് രാത്രി ഇവളുമായിട്ട് സംസാരിച്ച് രാവിലെ മുകളിൽ പോകുന്നു, ഇവിടെ ചെന്ന് നോക്കുമ്പം ഇദ്ദേഹം വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഒരു രക്തമോ കാര്യങ്ങളോ ഒരു ദേഹം പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ മാത്രം ഒരു മുഴ മാത്രമേ ഉള്ളായിരുന്നു. അതിന് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു രീതികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പോയിരിക്കുന്ന കണ്ണിൽ കൂടെയാണ്. അതായത് ഏത് ദിവ്യജ്ഞാനികളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ ആത്മാവ് പോയി കഴിഞ്ഞാൽ അതൊരു ഗുഡ് സോളിൻ്റെയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം, ചിലപ്പോൾ തൂങ്ങിച്ചാൽ ഈ നമ്മളെ ഈ മോഷൻസ് പോയിട്ട് ചിലവർ വേറെ രീതി, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർ പോകുമ്പോൾ ഒരു ഇൻഡ്യൂഷൻസ് കിട്ടാറുണ്ട്. അദ്ദേഹത്തെ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളടുത്ത് എനിക്ക് അന്ന് ഇദ്ദേഹം ഇൻഡ്യൂഷൻ തന്നു, എന്നെ കത്തിക്കാൻ പാടില്ല, എന്നെ അടക്കണമെന്ന്.
കാരണം നമ്മുടെ ഹിന്ദുവിൻ്റെ പ്രകാരം സമ്മതിക്കത്തില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ആരും അതിനെ എതിർത്തില്ല. നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് സമാധിയായിട്ട് അടക്കുക. പിന്നെ ഇതിന് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ കല്ലറ, അത് നമ്മളവിടെ അടക്കിയിരുന്ന സമാധിക്കകത്ത് നമ്മൾ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ രൂപം വെച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം എനിക്ക് തന്ന ഇൻഡ്യൂഷൻ. അതുപോലെ തന്നെ അതായത് ഒന്നും നശിച്ചിട്ടില്ല. അത് നശിക്കാത്തതിന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹത്തിനെ നമ്മൾ അടക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു വനദേവത ഉണ്ടായിരുന്നു, ആരുമില്ലാതെ അണഞ്ഞത്. ആ വനദേവതയാണ് അപ്പോൾ ആ ബോഡിക്ക് പ്രൊട്ടക്ഷൻ. മാത്രമല്ല ഒരു കാട്ടിനകത്താണ് നമ്മൾ അടക്കിയിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ഒരു ചൈതന്യത്തോടു കൂടിയാണ് അവിടെ ഉള്ളത്. നമ്മൾ ആ വനദേവതയ്ക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം അവിടെ നൽകിയിട്ടുണ്ട്. ഈ വനദേവതയാണ് ആ ബോഡിയെ, അതായത് ആ ശരീരത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ നമ്മളവിടെ കിടത്തി അതുപോലെ അവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം സൂരജിന്റെ കൺസൾട്ടിംഗ് റൂം മേളി അതുപോലെ തന്നെ ഇരിക്കും. ഉണ്ട്, ഒന്ന് കാണിക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെ അതെ, കാണാമല്ലോ, പെട്ടെന്ന് വരും, നമുക്ക് അതൊന്ന് കണ്ടേടാം. മോനെ പെർമിഷൻ ചോദിക്കണം അല്ലേ? എപ്പോൾ കയറിയാലും ചോദിക്കണം. പെർമിഷൻ ചോദിക്കാൻ കയറാൻ പാടില്ല. അതൊന്ന് പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ റൂം. അയ്യോ, ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇത് നല്ല ഭയങ്കര പ്ലസന്റ്. സാറിന് ഈ ഇങ്ങനെയുള്ള റൂമിലൊക്കെ എഴുതുമ്പോൾ ഇരുട്ട് അന്തരീക്ഷം. ഇത് അദ്ദേഹത്തിൻ്റെ നാമാവലിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നാമാവലികളുണ്ട്, 108 നാമാവലിയാണ്. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ ശിവലിംഗം നാഗരാജ, ഇത് കാശിയിലുള്ള ശിവലിംഗം ഗംഗയിൽ മുങ്ങുമ്പോൾ കിട്ടിയതാണ്. അതല്ല മോൻ പറഞ്ഞിട്ടാണ് കിട്ടിയത്? അതെ, മോൻ്റെ ഇൻഡ്യൂഷൻ പ്രകാരം പോയി കിട്ടിയതാണ്. മോൻ പറയും ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറയും അച്ഛൻ അവിടെ നിന്നൊരു സാധനം കിട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കിട്ടിക്കഴിയുമ്പോഴാണ് ഇൻഡ്യൂഷൻസ് കിട്ടും. അതങ്ങനെ സമയവും ഒന്നുമില്ല, എപ്പോഴാണോ കിട്ടാം. അത് അദ്ദേഹം ഇങ്ങനെ വന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. ആ തിരക്ക് അവിടെ ചെല്ലുമ്പോൾ അത് അവിടെ കിടപ്പുണ്ട്, കിട്ടും. പക്ഷേ ഇന്ന സാധനമാണെന്ന് എന്നോട് പറയത്തില്ല. എന്നോട് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കാശിയിൽ നിന്ന് ഒരു കല്ലെടുത്തുകൊണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വീട് വയ്ക്കുന്നുണ്ടല്ലോ സമാധിയുടെ അവിടെ, അതിലിടണമെന്ന് പറഞ്ഞാൽ അത് കിട്ടി. പക്ഷേ ഇതെല്ലാം യാദൃശ്ചികമായിട്ട് കിട്ടിയ സാധനങ്ങളാണ്, അവിടെ ചെന്നതിന് ശേഷം കിട്ടിയതാണ്. ഇപ്പോഴും സൂരജ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ അദ്ദേഹത്തിന് നമ്മളെല്ലാം ചേർന്ന് കിടക്ക വിരിച്ചിടാറുണ്ട്. അദ്ദേഹം വന്ന് കിടക്കുന്ന പ്രസൻസ് നമുക്ക് കിട്ടാറുണ്ട്. അദ്ദേഹം പഠിച്ച ബുക്കുകൾ കാര്യങ്ങളെല്ലാം എപ്പോൾ എങ്ങനെയാണോ അദ്ദേഹം ആ ബെഡ്ഷീറ്റ് പോലും നമ്മൾ മാറ്റിയിട്ടില്ല. ഈ ബെഡ്ഷീറ്റാണ് അദ്ദേഹം ലാസ്റ്റ് അവസാനമായി ശരീരം വെടിഞ്ഞപ്പോൾ അതിവിടെ കിടപ്പുണ്ട്. അദ്ദേഹം വീണ് കിടന്നത് ഇവിടെയായിരുന്നു. ഇത് യഥാർത്ഥത്തില്ലേ ഇതിന് മനുഷ്യ ഇത് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ജന്മ ഉദ്ദേശങ്ങളാണല്ലോ, അതുപോലെ ജന്മ ഉദ്ദേശമുള്ള ഒരു ആളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് പറ്റില്ല. ഞാൻ എക്സാമ്പിൾ യേശുവിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാത്മാക്കളെ പോലെയുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് ലോകത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ യേശുക്രിസ്തുവെന്നോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവെന്നോ ബുദ്ധനോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ പ്രഷർ വരിക എൻ്റെ മകനെ ഞാൻ വാഴ്ത്തിപ്പോൾ അല്ല. അദ്ദേഹത്തിന് ലോകത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹമാണ്. ഞാനിതൊരു കാര്യമാണ് ഞാൻ പറയാം. ഞാൻ പട്ടാളത്തിൽ വർക്ക് ചെയ്ത ആളാണ്. നമ്മൾ ജമ്മുവിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു പീർ ബാബ മന്ദിരമുണ്ട്. അതൊരു ഹർഭജൻ ബാബയുടെ അമ്പലമാണ്. ഇപ്പോഴും ആ ബാബയ്ക്ക് വേണ്ടി അവിടെ ഡ്രസ്സുകൾ, പട്ടാളത്തിൽ ഇരുന്ന് മരിച്ചുപോയൊരു വ്യക്തിയാണ്, ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം രാവിലെ വന്ന് നോക്കുമ്പോൾ ആ ഡ്രസ്സെല്ലാം ചുളുങ്ങി അദ്ദേഹത്തിൻ്റെ ബൂട്ടിലെല്ലാം അഴുക്ക് പെട്ടി. ഞാൻ കണ്ടിട്ടുള്ള സംഭവമാണ്. അതൊരു ആത്മാവിൻ്റെ ഒരു അടങ്ങാത്ത ഒരു ഇതാണ്. അതായത് ആ പട്ടാളത്തിൽ ജീവി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഡോക്ടറായിട്ട് ഒരുപാട് നന്മകൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ, ഞാൻ പറഞ്ഞില്ല, ഒരു 500 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇദ്ദേഹത്തിന് ശംബാല ശിവയോഗി എന്നൊരു ചാനൽ വരെയുണ്ട്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ പബ്ലിസിറ്റി ഒന്നുമില്ല, ഇദ്ദേഹത്തിൻ്റെ ഈ നാമാവലിയും കാര്യങ്ങളും മാത്രമേ നമ്മൾ അതിലിടുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്നിലൂടെ ആവുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഇനി ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ ഈ ലോകത്ത് ഈ അനീതി, അതായത് ഈ മന്ത്രവാദവും മറ്റുള്ളവരും പറഞ്ഞ ആളുകളിൽ നിന്നും പൈസ ചൂഷണം ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലാതെ ആരെയും കുറ്റം പറയുന്നില്ല. ഇപ്പോൾ ഒരാൾ എന്നൊരു പ്രശ്നം പറയുമ്പോൾ നിങ്ങളൊരു 50,000 രൂപ പൂജ ചെയ്താൽ അങ്ങ് പോകും, എന്നാൽ അതിലോട്ട് പോകത്തുമില്ല. അതാണ് ഇദ്ദേഹം ഈ ലോകത്തുനിന്ന് തുറച്ച് മാറ്റാൻ തീർക്കുന്നത്. വെറുതെ മനുഷ്യനെ പറ്റിച്ച് അങ്ങനെ ഈ ഒരു പേര് പറഞ്ഞ് പൈസ ഇല്ലാതെ നമ്മൾ 1 രൂപ പോലും ആരെയൊന്നും പ്രതിഫലം വായിക്കുന്നില്ല. നമ്മളെ ഞാൻ ഒരു ചാലകം, വൈദ്യുതി കടന്നു പോകാൻ നമ്മൾ വയർ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ചാലകം മാത്രം. എപ്പോൾ അദ്ദേഹം എന്നിൽ കണക്റ്റ് ആവുന്നു, ഞാൻ അവർക്ക് എന്നിൽ അദ്ദേഹം തരുന്ന അറിവ് പകർന്നു കൊടുക്കും. ഒരുപാട് പേരെ രക്ഷപ്പെടുത്താണ്ട് സുല്ലായിട്ട് ജീവിച്ചിരിക്കണം ഇനി ആരോഗ്യമായിട്ട്. തീർച്ചയായിട്ടും ഇരിക്കുമല്ലോ, അതിനുള്ള ഇത് അദ്ദേഹം ഉണ്ടല്ലോ. ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചക്ര ആക്ടിവേഷൻ മെഡിറ്റേഷനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കയറി നമ്മളത് ചെയ്യുന്നുണ്ട്. ലോകത്തിന് നന്മ ചെയ്യുക എന്നൊരു ലക്ഷ്യബോധത്തോടുകൂടിയാണ് ഞാനും എൻ്റെ മകനും ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു വേറെ ഒരു ഇതുമില്ല, ഒരു സാമ്പത്തിക തട്ടിപ്പോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇതോ. ഞാൻ ഇലക്ഷനൊന്നും നിൽക്കാൻ പോകുന്നില്ല, എനിക്ക് വലിയൊരു റീച്ച് കിട്ടിയിട്ട് എനിക്കൊന്നും വേണ്ട. ലോകത്തിന് നന്മ ഇത്രയേ ഉള്ളൂ. പിന്നെ തങ്ങളെ പറഞ്ഞല്ലോ, തങ്ങളാണ് ആദ്യമായിട്ട് സൂരജ് കൃഷ്ണ എന്താണ്, സൂരജ് കൃഷ്ണ ആരാണെന്ന് വെളിയിലോട്ട് കൊണ്ടുവന്ന ഒരു ചാനലാണ് നമ്മുടെ തങ്ങളുടേത്. അപ്പോൾ തങ്ങളുടെ അടുത്ത് എനിക്കത് പറയുന്നതുകൊണ്ട് വളരെയധികം സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നീണാൾ വാഴട്ടെ അച്ഛനും മകനും. താങ്ക് യു വെരി മച്ച്.